Hello guys. Today we are exploring Red Fort. റെഡ് ഫോർട്ട് എന്ന് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അങ്ങ് ഡൽഹിയിൽ എത്തിയെന്ന് അല്ലേ? എന്നാൽ ഞങ്ങളുടെ കുവൈറ്റിലും ഒരു റെഡ് ഫോർട്ട് ഉണ്ട്, ഓൾസോ നോൺ ആസ് ദ റെഡ് പാലസ് ഓഫ് കുവൈറ്റ്. ഇത് കുവൈറ്റിലെ ജഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. 1897-ൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഫോർട്ടാണിത്. So let's explore the Red Palace of Kuwait and welcome to Priyanka Prajeet Vlogs. After a long drive, ഞങ്ങൾ ഫൈനലി റെഡ് ഫോർട്ടിലെത്തി. കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരവും പീസ്ഫുൾ ആയ ആംബിയൻസ്. ഇത് ആംസ് ആൻഡ് ആർമറി മ്യൂസിയം ആണ്. ഫോർട്ട് കണ്ടിട്ട് മതി മ്യൂസിയം എക്സ്പ്ലോറേഷൻ അല്ലേ? റെഡ് ഫോർട്ടിന്റെ എൻട്രൻസ് എത്തിയതും പീസ്ഫുൾ ആംബിയൻസ് മാറി സെലിബ്രേഷൻ വൈബായി. ഒരു ബാൻഡ് പെർഫോമൻസിന്റെ ഒരുക്കമായിരുന്നു അവിടെ. ബാൻഡ് പെർഫോമൻസിന്റെ പിന്നാലെ ഞങ്ങളും ഫോർട്ടിനകത്തേക്ക് കയറി. നമ്മളിപ്പോൾ റെഡ് പാലസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, റെഡ് പാലസ് അല്ലല്ലോ നേരത്തെ പറഞ്ഞത്, റെഡ് ഫോർട്ട് അല്ലേ? റെഡ് ഫോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് റെഡ് പാലസ് ഓഫ് കുവൈറ്റ്. ഈ ഫോർട്ട് 1897-ൽ ഷെയ്ഖ് മുബാറക് അൽ സബയാണ് കൺസ്ട്രക്ട് ചെയ്തത്. അദ്ദേഹം കുവൈറ്റിന്റെ 7th റൂളർ ആയിരുന്നു. ജഹ്റ കൾച്ചറൽ സീസണിന്റെ പാർട്ടായിട്ട് ഇവിടെ പല കൾച്ചറൽ ഇവന്റ്സും നടത്തുന്നുണ്ട്. And this band performance is also a part of it. അത്യാവശ്യം വലിയൊരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. എക്സ്പാർട്സ് കുറവായിരുന്നു, കൂടുതലും അറബ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹാലഫബ് നാഷണൽ ആൻഡ് ലിബറേഷൻ ഡേ സെലിബ്രേഷൻസ് അസോസിയേറ്റ് ചെയ്ത് നടന്ന കൾച്ചറൽ സീസൺ ഇവന്റ് ആണിത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോർട്ട് 1897 തൊട്ട് ഇവിടെയുണ്ട്. 2025-ൽ 128 ഇയേഴ്സ് ഓൾഡ് ആകും ഇത്. ഈ ഫോർട്ട് അന്നത്തെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് മുബാറക് അൽ സബ ജഹ്റ എന്ന സ്ഥലത്തെ അഗ്രികൾച്ചറൽ റീജിയനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്തതാണ്. അഗ്രികൾച്ചറൽ ലാൻഡിന് എന്തിനാണ് ഡിഫൻസ്? അതറിയണമെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് തിരിച്ചു പോവേണ്ടിയിരിക്കുന്നു. കുവൈറ്റ് അന്ന് മിഡിൽ ഈസ്റ്റിൽ ഓട്ടോമൻ എംപയറിന്റെയും ബ്രിട്ടീഷ് കൺട്രോൾ ഏരിയാസിന്റെയും ഇടയ്ക്ക് ലൊക്കേറ്റ് ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജിക് പ്ലേസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് സോഴ്സസ് ഓഫ് വാട്ടർ, അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ട്രേഡ് റൂട്ട്സ് വർ ക്രൂഷ്യൽ ഫോർ സർവൈവൽ ആൻഡ് ഇക്കണോമിക് പ്രോസ്പെരിറ്റി. അതുകൊണ്ട് തന്നെ കുവൈറ്റിലുള്ള ഈ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് പിടിച്ചെടുക്കാൻ സറൗണ്ടിങ് കൺട്രീസ് ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റെഡ് പാലസ് കൺസ്ട്രക്ട് ചെയ്തത്. പേര് പോലെ തന്നെ റെഡ് ഫോർട്ടിന് റെഡ് കളർ ആയത് ഇതിന്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ റെഡ് കളർ ആയതുകൊണ്ടാണ്. ഇതിന് അടുത്തായി അന്ന് ലഭിച്ചിരുന്ന റെഡ് കളർ ക്ലേ യൂസ് ചെയ്താണ് ഈ ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. This palace consists of 33 rooms and it has 3 external doors. ഈ ഡോർസ് ഒക്കെ നല്ല സ്ട്രോങ് സാൻഡൽവുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
പല ഹിസ്റ്റോറിക്കൽ ബാറ്റിൽസും നടന്ന സ്ഥലം കൂടിയാണിത്. ഔട്ട് ഓഫ് വിച്ച് ദ ബാറ്റിൽ ഓഫ് ജഹ്റ, which took place in October 1920, is considered as the most significant battle in the palace history. അത് കഴിഞ്ഞ് ഇതൊരു ഫുഡ് സപ്ലൈ സെന്ററായും ഇൻ ബിറ്റ്വീൻ 1950 ആൻഡ് 1954 ഒരു കസ്റ്റം സെന്ററായും ഇത് ഓപ്പറേറ്റ് ചെയ്തു. ഇത് ഷെയ്ഖിന്റെ കൗൺസിൽ റൂമാണ്. അന്ന് ഷെയ്ഖിന്റെ ഗസ്റ്റുകൾ വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതാണ് ഇവിടുത്തെ കോഫി റൂം. അപ്പൊ നമുക്ക് കോഫി റൂം കണ്ടാലോ? ഇതിലാണ് കോഫിയൊക്കെ അവര് സ്റ്റോർ ചെയ്തിട്ട് ഗസ്റ്റ് വരുമ്പോ 1958 ഇത് കുവൈറ്റ് ഡയറക്ടറേറ്റ് ഓഫ് നോളജിന്റെ ഒരു ഹെറിറ്റേജ് സൈറ്റായി കൺവേർട്ട് ചെയ്തത്. 1986 മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ഇത് റീസ്റ്റോർ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മ്യൂസിയമായി മാറി. ഇവിടെ എല്ലാ റൂംസിലും വുഡൻ സീലിംഗും ആർച്ച് ഡോർവേസും ഡെക്കറേറ്റീവ് പാറ്റേൺസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പാലസിൽ ഷെയ്ഖ്സ് റൂം, കൗൺസിൽ റൂം, കോഫി റൂം, പ്രേയർ റൂം, ഹോഴ്സസ് ആൻഡ് കാറ്റിൽ ഏരിയാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ കണ്ടു. വളരെ തോട്ട്ഫുൾ ആയിട്ടാണ് ഈ പാലസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫോർട്ടിനകത്ത് ഒരു വലിയ വെൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ജഹ്റ ബാറ്റിൽ നടന്ന സമയത്ത് ഇതിലെ വെള്ളം കുടിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോൾട്ട് വാട്ടർ ആയതുകൊണ്ട് ഡേറ്റ്സ് മിക്സ് ചെയ്ത് സ്വീറ്റൻ ചെയ്തിട്ടാണ് ഈ വെള്ളം കുടിക്കാൻ യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ദ സോൾട്ട് വാട്ടർ വാസ് യൂസ് ടു ട്രീറ്റ് ദ wounded too. ഇപ്പോഴും അതിൽ വെള്ളം ഞങ്ങൾ കണ്ടു, വിച്ച് ഈസ് നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. അറബ് ട്രഡീഷനിൽ വാളിന് അഡ്ജസന്റ് ആയിട്ടുള്ള സീറ്റിംഗ് ഏരിയ പറയുന്നതാണ് ധക്ക. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതൊക്കെ കുവൈറ്റ് ഹോഴ്സ് റൈഡിങ്ങിന്റെ അക്കലേറ്റ്സ് ആണ്. ഹീലിയോ ഡിസ്പ്ലേയിൽ കുവൈറ്റിന്റെ ഹിസ്റ്ററി റിലേറ്റഡ് ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. കൾച്ചറൽ ഇവന്റിന്റെ ഭാഗമായി സ്മോൾ എക്സിബിഷനും അവിടെ ഉണ്ടായിരുന്നു. ഈ കൾച്ചറൽ ഇവന്റിന്റെ പാർട്ടായിട്ട് ഫാൽക്കൺ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. Falconry is an ancient art of training falcons for hunting. This is practiced in Middle East, Asia and European cultures for thousands of years. In ancient times, it was considered a royal or aristocratic sport and symbolized status and power. Falcons highly visual ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആണ്. ഹണ്ട് ചെയ്യാത്ത സമയങ്ങളിലും ഫാൽക്കണിനെ ട്രെയിൻ ചെയ്യുന്ന സമയങ്ങളിലുമൊക്കെ അതിന്റെ ഹെഡ് ആൻഡ് ഐസ് ഈ ഹുഡ് വെച്ച് കവർ ചെയ്യുന്നതായിരിക്കും, സോ ദാറ്റ് അൺവാണ്ടഡ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് സ്റ്റിമുലൈ ആർ അവോയ്ഡഡ്. It also protects the falcon's eyes from bright sunlight, wind and dust, which is important in desert areas. ഈ ഫാൽക്കന്റെ ഹെഡ് ആൻഡ് ഐസ് ഹുഡ് വെച്ച് കവേർഡ് ആയിരുന്നു, and it's a traditional piece of equipment used to keep the bird calm and focused. ഈ റൂമിൽ ഫാൽക്കൺ റിലേറ്റഡ് ഇൻഫർമേഷൻ എല്ലാം ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇതെല്ലാം ഫാൽക്കന്റെ ഹെഡ് ആൻഡ് ഐസ് കവർ ചെയ്യുന്ന ഹുഡ്സ് ആണ്.
സാധാരണ കുവൈറ്റിലെ ഇവന്റ്സിൽ എപ്പോഴും ഫുഡ് സ്റ്റോൾസ് ഉണ്ടാവാറുണ്ട്. കമ്പയർ ടു ദാറ്റ് ഇവിടെ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ കൾച്ചറൽ ഇവന്റിൽ ഫ്രീ ആയിട്ട് ഡേറ്റ്സ് ആൻഡ് ഖാവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കാനാണ് അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. ആസ് യൂഷ്വൽ 2 ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ചു നേരം റെഡ് ഫോർട്ടിന്റെ എൻട്രൻസിൽ സ്പെൻഡ് ചെയ്തു. ബൈ ദ വേ, ഹോട്ട് ചോക്ലേറ്റ് ഒരു ലോഡ് ഷുഗർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചു വന്നപ്പോഴേക്കും നെക്സ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഹോഴ്സ് മൗണ്ടഡ് പോലീസും ഈ കൾച്ചറൽ ഇവന്റിന്റെ പാർട്ടായിട്ടുണ്ടായിരുന്നു. Horses have been a part of Arabian culture for centuries. ഈ കാമലിനെയും തൊടണമെന്ന ആഗ്രഹത്തിൽ ഞാൻ അതിന്റെ മുന്നിൽ ചെന്ന് നിന്നു. പക്ഷെ പേടിച്ച് പിന്നോട്ട് പോവാന്നല്ലാതെ എനിക്കത്ര ധൈര്യമൊന്നും വന്നില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഈ കാമലിനെ തൊടാൻ പറ്റിട്ടോ. ഞങ്ങളുടെ ഖലീഫോ വില്ലേജ് വ്ളോഗിൽ ദിവാനിയ റൂം കണ്ട ഓർമ്മയുണ്ടോ? Now you guys can see the real Divania area here. അന്ന് പറഞ്ഞതുപോലെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ദിവാനിയ റൂംസ് ഉണ്ടായിരുന്നു അവിടെ. സോ ജെൻസിന്റെ ദിവാനിയ റൂമിൽ നടന്ന ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ കാണുന്നത്. അറേബ്യൻ ഫോക്ക് ബാൻഡ് പെർഫോമൻസ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഓഡിയൻസ് എല്ലാവരും ഈ എനർജറ്റിക് ബാൻഡ് പെർഫോമൻസ് കണ്ടിട്ട് കൈയടിച്ച് നന്നായി എൻജോയ് ചെയ്ത് കൂടെ പാടുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കുറെ ഡേറ്റ്സും ഖാവയും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആംസ് ആൻഡ് ആർമറി മ്യൂസിയം അന്ന് ഓപ്പൺഡ് അല്ലായിരുന്നു. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ മ്യൂസിയത്തിനുള്ളിൽ വെപ്പൺ ഡിസ്പ്ലേ ആണ് ഉള്ളതെന്നാണ്. കുവൈറ്റ് ട്രഡീഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഡിന്നർ ഒരു ട്രഡീഷണൽ കുവൈറ്റി റെസ്റ്റോറന്റിൽ നിന്നാക്കാമെന്ന് വെച്ചു. ഇത് ജഹ്റ ബ്രാഞ്ചിലെ ഫ്രീക്സ് വാലേ റെസ്റ്റോറന്റ് ആണ്. കയറുമ്പോൾ തന്നെ ലിഫ്റ്റും എസ്കലേറ്ററും എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഈ റെസ്റ്റോറന്റിൽ. ആൻഡ് ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് മൊത്തം കളർഫുൾ ആണ്. കൂടെ ഹാലാഫെബും കൂടി ആയപ്പോൾ ഒന്നും കൂടി കളറായി. ഇവർക്ക് ജഹ്റയിൽ മാത്രമല്ല കേട്ടോ, കുഴൈനിലും സാൽമിയയിലും ഒക്കെ ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയെല്ലാം ഇതേപോലെ കളർഫുൾ ഡെക്കറേഷൻ ആണ് പൊതുവെ കാണാറുള്ളത്. ഞങ്ങളുടെ ഐറ്റംസ് ഓരോന്നോരോന്നായി വന്നു. മിക്സഡ് ഗ്രില്ലും ഹമ്മൂസും കുബൂസും വൈൻ ലീഫ് സാലഡും ഫ്രഷ് ഫാം ബട്ടർ മിൽക്കും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഒരു സ്വീറ്റ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഫ്രീ ആയിട്ട് ഇവർ ലുക്കൈമത്ത് എന്ന ഈ അറബിക് സ്വീറ്റ് ഞങ്ങൾക്ക് തന്നത്. ഫ്രീജ് ഒരിക്കലും ഞങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. അത് ഫുഡ് ആയാലും ശരി, സർവീസ് ആയാലും ശരി. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. സോ കുവൈറ്റിലുള്ളവർക്ക് ഒരു ഒത്തന്റിക് കുവൈറ്റി ഫുഡ് ട്രൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നേരെ ഫ്രീജിലേക്ക് വിട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജീത് വ്ലോഗ്സ്. ഹാലാഫെബിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീക്ക് കാണാം.